നമ്മൾ വന്ന ജനശതാബ്ദിയാണ് പോകുന്നത്. കോഴിക്കോട് ടു തൃശ്ശൂർ നമ്മൾ ജനശതാബ്ദിയിലാണ് വന്നത്. അപ്പോൾ അത് പോയി നമ്മൾ തൃശ്ശൂർ ഇറങ്ങി. ഇത് കന്യാകുമാരി പൂനെ എക്സ്പ്രസ്സാണ്. ഞാൻ കോഴിക്കോട് നിന്ന് കയറി തൃശ്ശൂർ ഇറങ്ങി. തൃശ്ശൂരിൽ നിന്ന് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് കയറി 5:30ക്കാണ് തൃശ്ശൂരെത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ഏറഗുണ്ട ഇറങ്ങും. ആന്ധ്രാപ്രദേശ് ഏറഗുണ്ട ജംഗ്ഷനിൽ ഇറങ്ങും. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ബസ് എടുത്തിട്ട് ഗണ്ടിക്കോട്ടയിലേക്ക് പോകും. അതാണ് പ്ലാന്. ഇവൻ എറണാകുളത്ത് നിന്ന് കയറിയതാണ്. കണ്ട മോനെ ഒന്ന് സെലക്ട് ചെയ്ത് നേരം വിളിച്ചു പോകും. ഇറങ്ങുണ്ട എത്തിയാലും ഇതേ സെലക്ഷൻ ആയിരിക്കും. എന്തേലും നടക്കുമോ നോക്കട്ടെ. ഒരുത്തനെ ഇവിടെ ഞങ്ങൾക്ക് രാത്രിയുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ കേട്ടോ. ഒരു മണിക്കൂറായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പം നടക്കുമെന്ന് അറിഞ്ഞൂടാ. പട്ടിണിയാണ് ഗൈസ്. ഇന്ന് പട്ടിണിയാണ്. പട്ടിണി. നമ്മളിപ്പോൾ പാലക്കാട് ജംഗ്ഷനെത്തി അല്ലേ? പാലക്കാട് ജംഗ്ഷനെത്തി. ഇപ്പോൾ സമയം 6:45. നമ്മൾ എങ്ങനെ ഫുഡ് ട്രെയിനിലേക്ക് ഓർഡർ ചെയ്ത് മറ്റേ ഫുഡ് ഓൺ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ട് ഫുഡ് ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ട് അതിൽ PNR നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്താ സെർച്ച് ചെയ്തിട്ട് ഏതാ ഫുഡ് വേണ്ട നോക്കിയിട്ട് ഞാൻ PNR നമ്പർ കൊടുക്കുക. എന്നിട്ട് ഹോട്ടലിൽ നോക്കിയിട്ട് നമുക്ക് വേണ്ട ഫുഡ് ഏതാ സെർച്ച് ചെയ്തിട്ട് സാധാ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്താൽ PNR കൊടുക്കുക. അപ്പോൾ PNR കൊടുക്കുമ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോട്ടൽസ് കാണിക്കും. ആ ഹോട്ടൽസ് സെലക്ട് ചെയ്യുക. അതിൽ ഏത് ഡിഷ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഡെലിവറി ഉണ്ട്, ഓൺലൈൻ ഡെലിവറി ഉണ്ട്. അതിനകത്തപ്പം ലൊക്കേഷൻ ആയിട്ട് ഇങ്ങനെ കാണിക്കും. നമ്മളിപ്പോൾ കോയമ്പത്തൂരാ കൊടുത്തത്. അപ്പോൾ കോയമ്പത്തൂർ നമ്മളെ വണ്ടി നമ്പർ, സീറ്റ് നമ്പർ അവിടെ നിന്ന് ഡെലിവറി ചെയ്യും. അങ്ങനെ ശരിയായിരിക്കും. അപ്പം കോയമ്പത്തൂർ അഡ്രസ്സ് അതിൽ കാണിക്കും. അപ്പം നമ്മളുടെ PNR നമ്പറിൽ നിന്ന് എന്തെടുക്കും? കോച്ച് നമ്പറും സീറ്റ് നമ്പറും എടുക്കും. അതിലേക്ക് വരും. അതാണ് ചെയ്യുന്നത്. കറണ്ട് ബുക്കിംഗ് എടുക്കാൻ നോക്കിയിട്ട് ഈ വണ്ടി എന്താണ് അതിൽ ആ ചാർട്ട് വേക്കൻസിയിൽ ലിസ്റ്റിൽ കാണിക്കാത്ത അറിയാം. എന്തോ എറക്കോളെ കാണിക്കുന്നുണ്ട്. ഇങ്ങനൊരു വണ്ടി ഇന്ത്യൻ റെയിൽവേക്ക് അറിയില്ല. ഓടുന്നുണ്ട് അറിയില്ല. ഗോസ്റ്റ് ട്രെയിൻ അത്. രാവിലെ കറണ്ട് ബുക്കിങ്ങിന് വേക്കൻസി നോക്കിയപ്പോൾ ഇതേ സ്ഥിതിയായിരുന്നു. വണ്ടി പറഞ്ഞ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനൊരു വണ്ടി ഇല്ലല്ലോ, ഇതേതാ വണ്ടി എന്നൊക്കെ. ഇന്ത്യൻ റെയിൽവേ ഞങ്ങൾക്ക് ഇങ്ങനൊരു വണ്ടിയെ അറിയില്ല. അതാണ് സ്ഥിതി. ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കറണ്ട് ബുക്കിംഗ് എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് മാത്രം. സാധാരണ എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുന്നതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 4 മണിക്കൂർ മുന്നേ എടുത്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ടിക്കറ്റ് കിട്ടിയിരുന്നു. ഇതിപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. അങ്ങനെ ഇവനെ ഞാൻ വിളിച്ച് 4 മണിക്ക് ഞാൻ ഇവനെ ടെക്സ്റ്റ് ചെയ്തപ്പോൾ ഇവനെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇവനും നോക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 5:30 വരെ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ നോക്കുക. കുറച്ച് കഴിഞ്ഞ് ഇവൻ ഉറങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എവിടെ എന്നിട്ടും കിട്ടിയില്ല. അവസാനം ഞങ്ങൾക്ക് ബോർഡിംഗ് പോയിന്റ് മാറ്റാൻ പറ്റും. പറ്റുമല്ലോ ഇല്ലേ? പറ്റുമോ? പറ്റുമല്ലോ. അത് പറ്റുമല്ലോ. ഉള്ളിലുള്ള സ്റ്റേഷൻസ് അല്ലേ? നമ്മൾ അതിന് പേ ചെയ്യുന്നില്ലല്ലേ? നമ്മൾ
ഓവർടേക്ക് ചെയ്ത് പോകുമല്ലോ, TTൻ്റെ കയ്യിലുള്ള സാധനത്തിലേക്ക് അപ്പം ചാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പോകുമല്ലോ. അത് അപ്ഡേറ്റ് ആവുമല്ലോ, അതിനല്ലേ ടാബ്. ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേക്കൻസി ആണ് കറണ്ടിൽ വരിക. അത് പിന്നെ അപ്ഡേറ്റ്, പിന്നെ നമ്മൾ അത് അപ്ഡേറ്റ് ആവും, ടാബിലേക്ക് അപ്ഡേറ്റ് ആവും. ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേക്കൻസിയാണ് കറണ്ട് കഴിഞ്ഞത്. അപ്പോൾ കറണ്ട് നമ്മൾ ടിക്കറ്റ് പിന്നെ ബോർഡിംഗ് പോയിന്റ് മാറ്റിയാൽ അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആവും, റിയൽ ടൈം അപ്ഡേറ്റ് ആവും. പിന്നെ എന്തിനാ ഇതിനുകൊണ്ട് കാര്യം, ടാബിലേക്ക് അപ്ഡേറ്റ് ആവും. അങ്ങനെയല്ല എന്നാളും നമ്മൾ എടുത്തത്. ഇതിപ്പോ അയാൾക്ക് അപ്ഡേറ്റ് ആയില്ലേ. ബോർഡിംഗ് പോയിന്റ് മാറ്റിയില്ലല്ലോ, ടിക്കറ്റ് എടുത്തിട്ടില്ലല്ലോ. മനസ്സിലായോ? അതായത് ഈ വണ്ടിക്ക് കോട്ടയത്തുനിന്ന് 3 വേക്കൻസി കാണിച്ചിരുന്നു. അപ്പം ഞാൻ എടുക്കാണ്ടെന്ന് എടുത്തിട്ട് ബോർഡിംഗ് പോയിന്റ് മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ ബോർഡിംഗ് പോയിന്റ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. കോട്ടയത്ത് നല്ലല്ലോ കയറുന്നത്, എറണാകുളം നല്ല കയറുന്നത്. ബോർഡിംഗ് പോയിന്റ് മാറ്റില്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് TT വന്ന് നോക്കി സീറ്റിലാരും ഇല്ല. ആ സീറ്റ് വേറെ RICക്ക് കൊടുക്കും. ശരി, അങ്ങനെ ഒരു പൈസയും പോകും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫുഡ് ഓൺ ട്രാക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഫുഡ് ഡെലിവറി ചെയ്തില്ലെങ്കിൽ ഇന്ന് പട്ടിണിയാണ്. ഇവനെ അടിക്കണം. ഒരു ബിസ്ക്കറ്റ് പോലും, ഒരു സോഡ പോലും ഇല്ല. ഒരു ഷോട്ട പോലും പിടിക്കാനില്ല. പട്ടിണിയായിരിക്കും അത് ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ. ഇവനെ അടിക്കണോ അടിക്കണ്ടേ എന്ന് പറയൂ ഗൈസ്. ഒരു മെജോറിറ്റി ഉണ്ടെങ്കിൽ ആ മെജോറിറ്റി അടിക്കണം എന്നാണെങ്കിൽ ഇവനെ അടിക്കാം. അപ്ഡേറ്റ് എന്താ? ഫുഡ്, നമ്മളെ ഫുഡിൻ്റെ അപ്ഡേറ്റ് എന്താ? ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവിടുന്ന് ഒരു കോള് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവർ കോൾ ചെയ്തിട്ടുണ്ട് നമ്മളെ, അത് കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ കോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ സീറ്റും കോച്ച് നമ്പറും വാങ്ങിയിട്ട്, കോച്ച് നമ്പറും സീറ്റ് നമ്പറും നമ്മൾ കോൾ ചെയ്ത് കൺഫേം ചെയ്ത്, എന്നിട്ട് മെസ്സേജും വന്ന് ഓർഡർ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ഫുഡ് വരുമോ ഇല്ലയോ എന്ന് ഇങ്ങനെ കാത്തിക്കുക. ഫുഡ് വേണം. ನಂಬರ್ ನಾಟ್ ರೀಚಬಲ್ ಅವ್ರದ್ದು. ನೈಟ್ ಟೈಮ್ ಡ್ರೈವ್ ಅಂತ ಸರ್ ಡೋರ್ ಗಿಟ್ಟಿರಿಂಗ್ ಸರ್ ಬರುವಾಂಗ ಪೇಮೆಂಟ್ ಡೋರ್ ಗಿಟ್ಟಿರಿಂಗ್ ಸರ್ ಒಂದು ಪರ್ಸನ್ ಇಸ್ ದೇರ್. ಗಿವ್ ಇಟ್. ಸರ್ ಒಂದು ಪರ್ಸನ್ ಇಸ್ ದೇರ್ ಸರ್, ಪ್ಲೀಸ್ ವೆಯ್ಟ್. என்ன கோச்சுமா ഫുഡ് കിട്ടിയിരിക്കുകയാണ്. ഫുഡ് ഓൺ ട്രാക്ക് നല്ല സർവീസാണ് കേട്ടോ. കറക്റ്റ് നമ്മളിവിടെ എത്തി വിത്തിൻ ഒരു മിനിറ്റ് എടുത്തില്ല. ഒരു മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഫുഡ് ഇവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട് അവർ. അതെ, ബോക്സും ഉണ്ട്, സ്പൂണും ഉണ്ട്. ലൈഫ് കൊടുക്കും. പ്ലേറ്റ് ഉണ്ട് ആണോ? ഇത് നമ്മൾ ഇത് തുറന്നു നോക്കിയപ്പോൾ ഓപ്പൺ ആക്കിയപ്പോൾ പ്ലേറ്റും ഉണ്ട് കഴിക്കാൻ. ഫുഡ് ഓൺ ട്രാക്കാണ് കേട്ടോ. ഇതിൽ സാനിറ്റൈസർ ഉണ്ട്. ഒറിജിനലാണ്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമോ? ഇന്നോടോ പോലെ 36 അല്ല, ഇത് 36 ലിറ്റർ ആവുന്നു. അല്ല 36 അല്ല, ഇതെടുത്തോ. നല്ല സാധനം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ബാഗിന് തീരെ വെയിറ്റ് ഉണ്ടാവില്ല. വൈറ്റ് ക്രാഫ്റ്റിൻ്റെ അതാ മെച്ചം. 2 പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബോക്സ് ഉണ്ട്. എക്സ്ട്രാ
എക്സ്ട്രാ പിന്നെ ഇതാ 2 സ്പൂണുണ്ട്, ടിഷ്യൂ ഉണ്ട്. 2 സ്പൂണും തന്നിട്ടുണ്ട്, ഒരു ടിഷ്യൂവും കൊടുത്തിട്ടുണ്ട്. 2 ടിഷ്യൂ തന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല ഫുഡ്. കഴിച്ചു നോക്കിയിട്ട് ഫുഡ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുതരാം. റിവ്യൂ. ഇത് കോയമ്പത്തൂർ ജംഗ്ഷനാണ് കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ ഈ ഫുഡ് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ ജംഗ്ഷനാണ്. അപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തുന്നതിൻ്റെ മുന്നേ പാലക്കാട് ജംഗ്ഷനിൽ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ ഫുഡ് പാലക്കാടിന് മുന്നേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തത് പാലക്കാടിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തിയപ്പോഴേക്ക് ഫുഡ് ഡെലിവറി ചെയ്ത്. നല്ല സർവീസാണ്. എറകുള്ള ജംഗ്ഷൻ 7:40 ആയപ്പോൾ എറകുള്ള ജംഗ്ഷനെത്തി. ഞങ്ങൾ ഇന്നലെ എപ്പോഴാണ് കയറി? എറണാകുളത്തുനിന്ന് 3 മണിക്ക് കയറിയതാണ് ഞങ്ങൾ എറണാകുളത്തുനിന്ന് 3 മണിക്ക് കയറി. 7:40 രാവിലെ ആയപ്പം എറണാകുള ജംഗ്ഷനിൽ. ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ് എടുത്തിട്ട് വേണം ഗണ്ടിക്കോട്ട എത്താൻ. ഇനി ഞങ്ങൾക്ക് ഫ്രഷ് ആവണം. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിന്. ഇത് ഇന്നലെ രാത്രി ഒരു ഈറോഡൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്പീഡായിരുന്നു. ഇത് ഒരു എബവ് 100 km/h ആയിരുന്നു ഇത് രാത്രി പോയിരുന്നത്. നല്ല സ്പീഡായിരുന്നു ഈറോഡ് കഴിഞ്ഞപ്പോൾ. ഇത് പൂനെക്കാണ് പോകുന്നത്. പൂനെ ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ ഇത് പൂനെ എത്തും. പിന്നെ ഞങ്ങൾക്ക് ഫ്രഷ് ആവും. പറഞ്ഞാൽ മറ്റേ നാട്ടിൽ നിന്നുള്ളവർക്ക് തിരുപ്പതിക്കുള്ള വണ്ടി, അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത് പൂനെക്കുള്ള വണ്ടി. ഇവിടെ എത്തുമ്പോ അതെ, കാരണം തിരുപ്പതി ഇപ്പൊ വണ്ടി വാരി അതൊക്കെയുള്ള ആൾക്കാരാണ് ഇറങ്ങിയിട്ടുണ്ട്. അതെ.
ഞങ്ങളിപ്പോൾ പ്രൊഡുത്തൂരിൽ നിന്ന് ജമ്മലമടുവിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നതിന് പ്രൊഡുത്തൂരിലേക്ക് ബസ് കയറി. എന്നിട്ട് പ്രൊഡുത്തൂർ വന്ന് ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പ്രൊഡുത്തൂരാണ് കുറച്ചുകൂടെ വലിയ സിറ്റി. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇനി ഞങ്ങൾ ജമ്മലമടുവിലേക്ക് പോവുകയാണ്. നല്ല വലിയ സിറ്റിയാണത്. ബസ് സർവീസ് ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ബസ്സുണ്ട്. അതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണ്. ഞങ്ങളിത് ആ സ്റ്റേയിൽ വന്നു. ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റേ എടുത്ത്, ഇവിടെ ഗണ്ടിക്കോട്ട സ്റ്റേയിലാണുള്ളത്. അവിടുന്ന് ഞങ്ങൾ സ്റ്റേയിൽ നിന്ന് ഫ്രഷായി ഒരു 11 മണിയോടെ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സ്റ്റേയിൽ. എന്നിട്ട് ഇവിടുന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതാപ്പം ഗണ്ടിക്കോട്ട ഫോർട്ടിലേക്ക് പോവുകയാണ്. ഒരു 1 കിലോമീറ്റർ വാക്ക് ഉണ്ട് ഞങ്ങളുടെ ഈ സ്റ്റേ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്തതാണ്. കുഴപ്പമില്ല, ഒരു ആവറേജ് ആണ്, എന്നാൽ ബെസ്റ്റ് എന്ന് പറയാനൊന്നുമല്ല, അതാണ് സ്ഥിതി. ഇവിടെ ഒരുപാട് സ്റ്റേ ഉണ്ട്, പക്ഷേ അതൊക്കെ വരുന്നേ ഉള്ളൂ, ബിഗിനിങ് സ്റ്റേജിലാണ് എല്ലാം. പിന്നെ കണക്ടിവിറ്റിയും അത്ര നല്ലതല്ല, കുറച്ച് മോശമാണ്. കാരണം ഇവിടേക്ക് ജമ്മലമടുക്കുന്ന് ഇവിടേക്ക് കണക്ടിവിറ്റി ഭയങ്കര കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഓട്ടോ ആണ് 24/7 അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ബസ്സാണ്. ബസ് ഏർലി മോർണിംഗ് മാത്രമേ ഉള്ളൂ, ഏർലി മോർണിംഗ് ആൻഡ് ഏർലി ഈവനിങ്. ഇതാണ് ഗണ്ടിക്കോട്ട വൺ ഓഫ് ദി ഫേമസ് വ്യൂ പോയിൻ്റ് കേട്ടോ. ആ കാണുന്നതാണ് പെന്ന റിവർ. ഇതിൻ്റെ മുകളിലൊരു റിസർവോയറുണ്ട്, പിന്നെ താഴെ ഒരു റിസർവോയറുണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോകുന്നത്. അപ്പോൾ താഴെ ഒരു ഡാമുണ്ട്. അപ്പോൾ ഇത് നല്ല വ്യൂ ആണ് കേട്ടോ. അത് ഇവിടുന്ന് സൺറൈസും കാണാം, സൺസെറ്റും ഇവിടുന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സൺസെറ്റും സൺറൈസും പറ്റുമെന്ന് നോക്കുന്നുണ്ട്, അറിയില്ല നടക്കുമെന്ന്. ഇവിടെ ഫുള്ള് ബൗൾഡേഴ്സാണ് കാണാം. ഈ ഒരു ജിയോഗ്രഫിയാണ് ഇവിടെ. നല്ല അടിപൊളി വ്യൂ ആണ്. വെള്ളം മൺസൂണൊക്കെ ആകുമ്പം കുറച്ചും കൂടെ വാട്ടർ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പം കുറവാണെന്ന് തോന്നുന്നു, മൺസൂൺ അല്ലല്ലോ. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാ. വ്യൂ എങ്ങനെയുണ്ട്? സ്പോട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം, വൃത്തിയല്ലേ? യെസ് ഓഫ് കോഴ്സ്.